യുദ്ധമുഖത്തേക്ക് ഇറാനും പ്രവേശിക്കുകയാണ്. ഇറാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഹനിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന വിഷയമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ നേരിട്ട് യുദ്ധം നടത്താനുള്ള തീരുമാനമായത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ തലസ്ഥാന നഗരിയിൽ ചെങ്കൊടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധസൂചനയായിട്ടാണ് സാധാരണഗതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ചെങ്കൊടി ഉയരാറുള്ളത്. ആ ചുവന്ന കൊടി ലക്ഷ്യമാക്കുന്നത് തങ്ങൾ യുദ്ധത്തിന് ഇറാൻ സന്നദ്ധരായിരിക്കുന്നു എന്ന തരത്തിലാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇറാന്റെ നേതാവിനെ ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയം നിലനിന്ന സമയത്താണ് അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി ഇറാന്റെ തലസ്ഥാന നഗരിൽ ഇതുപോലെ ചുവന്ന കൊടി ഉയർന്നതായിരിക്കുന്ന വിഷയമുണ്ടായത്. അതിന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അമേരിക്കയുടെ ഇറാഖിലുള്ള മിലിറ്ററി ഓഫീസിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറാന്റെ സമുന്നത നേതാവിനെ ഇറാഖ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ വിഷയം ഉണ്ടായിരുന്നത്. അതിന്റെ ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിന് സമാനമായിരിക്കുന്ന ചുവന്ന കൊടി ഉയർന്നത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യമെന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്നതിനപ്പുറമായ രീതിയിൽ ഇറാന്റെ അതിഥിയായി ഇറാന്റെ പ്രസിഡന്റ് അധികാരമേൽക്കുന്ന സമയത്ത് പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഹമാസിന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ എത്തുന്നത്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന വീട്ടിൽ, സുരക്ഷാ സംവിധാനമുള്ള വീട്ടിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചത് എന്ന തരത്തിലെ റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിസൂക്ഷ്മമായിരിക്കുന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മിസൈലോ ഡ്രോണോ പായിച്ചുകൊണ്ടാണ് ആ ബിൽഡിങ്ങുകൾ തകർത്തുകൊണ്ട് ഇസ്മായിൽ ഹനിയയും കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനെയും കൊലപ്പെടുത്തി എന്നുള്ളതും അൽ ജസീറയുടെ റിപ്പോർട്ടർ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഇറാന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നതിനാൽ ഇസ്രായേലിന് അത് മാപ്പ് നൽകുകയില്ല എന്നുള്ളതും തീർച്ചയായിട്ടും തങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള നിലപാട് ഇറാൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങൾ കിടക്കുന്നത്, ഇതുവരെ നേരിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി ഇറാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രോക്സി വാറാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ഇസ്രായേലിനെതിരെ നടക്കുന്നത്. ഹൂത്തികളാണെങ്കിൽ അവർ യമനിലാണ് പ്രവർത്തിക്കുന്നത്, ഹിസ്ബുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ലെബനാനാണ് പ്രവർത്തിക്കുന്നത്, പിന്നെയുള്ളത് ഇറാഖിന്റെ മലീഷ്യകളാണ്, പിന്നെ ബഹ്റൈൻ മലീഷ്യകളാണ്. വ്യത്യസ്ത മേഖലയിലുള്ളവരും അതോടൊപ്പം തന്നെ സിറിയയിലുള്ളവരും ഫലസ്തീനുള്ളവരും. ഒന്നും നേരിട്ട് കൊണ്ടുള്ള ഒരു രാജ്യം എന്ന നിലക്കുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ഇതുവരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. മുൻപ് മിസൈൽ ആക്രമിച്ച ഇറാൻ ആക്രമിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിന് ഇറാന്റെ എംബസി തകർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ സിറിയയിൽ പ്രവർത്തിക്കുന്ന എംബസി തകർത്ത് 11 ആളുകൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയ ഒരു വിഷയങ്ങൾ വലിയ ഗൗരവപരമായ രീതിയിൽ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ചർച്ച ചെയ്തതാണ്. അതോടുകൂടി ആ യുദ്ധം അവസാനിച്ചു. തിരിച്ചടിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ തിരിച്ചടിക്കൂ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ മിസൈൽ പായിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാന് നേരെ അത്തരം തരത്തിലുള്ള ഒരു അക്രമമോ ഒരു യുദ്ധമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു വിഷയങ്ങളോ ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ ഉണ്ടായത് ആദ്യമായിട്ടാണ് ഹമാസിന്റെ നേതാവിനെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവരത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ ചില പരാമർശങ്ങളും ചില സമീപനങ്ങളും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇസ്രായേൽ തന്നെയാണ് എന്ന തരത്തിൽ സൂചന കിട്ടിയതായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അപകടം നടക്കുകയും മരണം നടക്കുകയും ചെയ്ത സമയത്ത് തന്നെ ഹമാസ് ആ കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞു. ഇത് ചെയ്തത് ഇസ്രായേലാണ്, യാതൊരു സംശയവുമില്ല. ഇസ്രായേൽ ഇറ്റലിയിലുള്ള നേതാവാണ് ഇസ്മായിൽ ഹനിയ. അതേപോലെയുള്ള പല നേതാക്കന്മാരെയും മുൻപ് കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഉള്ളവരെ കൊലപ്പെടുത്തും എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലാണ്. എന്നാൽ ഇറാന്റെ ടെറിട്ടോറിയിൽ കയറിക്കൊണ്ട് ഒരു അക്രമം നടത്തി അവരെ കൊലപ്പെടുത്താൻ വേണ്ടി അമേരിക്ക കൂട്ടുനിന്നിട്ടുണ്ടോ എന്നൊരു സൂചനയും ഇതിനിടയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ അനുവാദമില്ലാതെ, അമേരിക്ക അറിയാത്ത രീതിയിൽ ഒരിക്കലും ഇസ്രായേൽ ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ ദുരന്ത ഫലം കടുത്തതും ഭയമുള്ളതുമായിരിക്കും. അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഇസ്രായേലിന്
സാധിക്കാത്ത വിധമായിരിക്കും ഉണ്ടാവുക എന്നതിനാൽ തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് എങ്കിൽ അമേരിക്ക ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അമേരിക്ക ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തിരിക്കാനും സാധ്യതയുണ്ട് എന്ന തരത്തിലും നമ്മൾക്ക് റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറിട്ട് ആക്രമിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു സംവിധാനങ്ങളൊന്നും ഇസ്രായേൽ ഇന്നത്തെ യുദ്ധമുഖത്തിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യില്ല. കാര്യം എന്ന് പറയുന്നത് യുദ്ധം നയിക്കുന്നതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക സൈനിക സഹായങ്ങൾ മുഴുവനും ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുമായിട്ട് ഉടക്കിക്കൊണ്ടോ അവരുമായിട്ട് തെറ്റിക്കൊണ്ടോ ഉള്ള ഒരു അക്രമത്തിന് ഇസ്രായേൽ മുതിരില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സംശയങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. ഏതായിരുന്നാലും പ്രോക്സി യുദ്ധത്തിനപ്പുറമായ രീതിയിൽ ഇസ്രായേൽ ഇറാൻ നേരിട്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ രീതികൾക്കും ഭാവങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വരും. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനുമായിട്ട് സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടിക്കൊണ്ടായിരിക്കും ആക്രമിക്കുക എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ ഈ ചൈനയുടെയും റഷ്യയുടെയും കൊറിയയുടെയും സഹായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ തേടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തുർക്കിയുടെ സഹായം തേടാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഈ യുദ്ധം ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളും ഇറാനോടൊപ്പം സഹകരിച്ചുകൊണ്ട് നീങ്ങാനുള്ള സാധ്യതയും ഈ യുദ്ധം കഠിനവുമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് തരത്തിലാണ് ഇസ്രായേൽ പ്രതിരോധിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാര്യം ഇസ്രായേലിനോട് സൈനികപരമായ രീതിയിലും ആയുധപരമായ രീതിയിലും സഹകരിച്ചുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം അമേരിക്ക നേരിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ പരമാവധി സൈനിക മേഖലയൊക്കെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ മുൻപേ അമേരിക്കക്ക് അറിയാവുന്നത് കൊണ്ടാണ് തങ്ങൾ നേരിട്ടുകൊണ്ടൊരു യുദ്ധത്തിനില്ലെന്നും ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും അത്തരം ഉദ്ദേശ കാര്യങ്ങൾ തങ്ങൾക്കില്ല എന്നുള്ളതും മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെ കപ്പൽ നങ്കൂരം വിട്ട സമയത്ത് തന്നെ അമേരിക്ക അവരുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാനോ വേണ്ടിയിട്ടല്ല, ഇസ്രായേലിന് സുരക്ഷിത കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധം തീർക്കുകയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി ഇസ്രായേൽ സഹായിക്കുകയോ ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ തിരുത്തി അത്തരം ഉദ്ദേശ കാര്യങ്ങൾ ഇല്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഭയപ്പാടുള്ള കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ കോൺസുലേറ്റ് അടങ്ങുന്ന അമേരിക്കയുടെ സൈനിക മേഖല മുഴുവനും ഭയപ്പാടിലാവുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അവർക്ക് മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണം പൂർണ്ണമായ തോതിൽ ഇസ്രായേൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ ആദ്യത്തെ പടി എന്നോണമാണ് ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയിൽ യമന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടുണ്ടായത്. ചൈനയ്ക്ക് വേണ്ടി സൈനിക മേഖല ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞതോടുകൂടി അവരെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ചൈനയും റഷ്യയും അറേബ്യൻ മേഖലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കയുടെ ആധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ ഒമാന്റെ ഭാഗത്ത് നിന്ന് ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിയിൽ അവർ പ്രഖ്യാപിച്ചത്. അത് വെറുതെ ഒരു ചെറിയ പ്രഖ്യാപനമായിട്ട് കാണുന്നില്ല, ഗൗരവപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ ഒറ്റക്ക് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാൻ സാധ്യതയില്ല. അവരോടൊപ്പം റഷ്യയോ അതല്ലെങ്കിൽ ചൈനയോ മറ്റുള്ള രാജ്യങ്ങളോ കൂടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും യുദ്ധം ചെയ്യുക. 4-5 മേഖല തിരിച്ചുകൊണ്ട് ഒറ്റക്ക് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സമുന്നത നേതാവാണ് കൊല ചെയ്യപ്പെട്ടത്. അതും ഏറ്റവും സുരക്ഷിത മേഖലയാണ് എന്ന് കരുതുന്ന ഇറാനിൽ വെച്ച് കൊന്നു എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇറാന്റെ പൂർണ്ണമായിരിക്കുന്ന പരസ്യ സഹായം ഹമാസിന് കിട്ടാൻ ഇത് കാരണമായിരിക്കുന്നു എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. യുദ്ധാരംഭം ഉണ്ടാകുന്ന സമയത്ത് ഹൂത്തികളുടെ ഭാഗത്തുനിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും ഇറാഖിന്റെ മലേഷ്യയുടെ ഭാഗത്തുനിന്നും സിറിയയിൽ നിന്നും ബഹ്റിൽ നിന്നൊക്കെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാവാനും അതോടുകൂടി അവരുടെ പ്രതിരോധം തകർക്കാനും സാധിക്കുന്ന തരത്തിലായിരിക്കും ഒരു പക്ഷേ യുദ്ധപ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഈ തരത്തിലാണ് യുദ്ധം വരാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നേരിട്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലുകളൊക്കെ അവർ വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2100 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളുടെ
മലീഷ്യ വിഭാഗം അവരുടെ ദേശത്തിന്റെ അതിർത്തിയിൽ നിന്നും ആക്രമിക്കുമ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശം ഏറെക്കുറെ ഉറപ്പാവാനുള്ള സാധ്യതയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ നിലപാട്, അമേരിക്ക ഏത് കർക്കശമായിരിക്കുന്ന നിലപാട് ആണ് എടുക്കുന്നതെങ്കിലും ആ നിലപാടിനോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന അവരുടെ സൈനിക മേഖലയും ആക്രമിക്കാനുള്ള സാധ്യതയും ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കാര്യമെന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടി കൃത്യമായ രീതിയിൽ അളന്നു മുറിച്ചുള്ള ഒരു യുദ്ധപ്രഖ്യാപനമോ യുദ്ധമോ ആയിരിക്കില്ല ഉണ്ടാവാൻ വേണ്ടി സാധിക്കുക. നിലനിൽപ്പിനും അഭിമാനത്തിനും വേണ്ടിയുള്ള യുദ്ധവും അതോടൊപ്പം തന്നെ പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധവും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വലിയ നഷ്ടങ്ങൾ ഇതിനിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയത് മുഴുവനും അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ടാണ്. അവിടെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതും അവിടെ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയതും അടക്കമുള്ള അവർ കൃത്യമായ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള യുദ്ധം പോലെ മരണം പോലെയുള്ള സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ നേരിട്ടത്. അതിന്റെ മുറിപ്പാട് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ആ മുറിപ്പാടിനോടനുബന്ധിച്ചാണ് ഗസയുടെ ഫലസ്തീന നേതാവിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആയതിനാൽ അവരുടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ തുടങ്ങുന്ന യുദ്ധത്തിന്റെ ഭീതികളും അതിന്റെ യുദ്ധത്തിന്റെ വ്യാപ്തികളും എത്രയെന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.